ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഏറ്റുമാനൂരിനടുത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഷൈനിയുടെയും 2 കുഞ്ഞുങ്ങളുടെയും ആത്മാക്കൾക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് കോട്ടയം രൂപത അഭിവന്യ മെത്രാൻ മാർ മാത്യു മൂലക്കാട്ട് പിതാവ് മുമ്പാകെ തികഞ്ഞ ഒരു ജ്ഞാനായക്കാരനായ NC സിറിയക്ക് കുര്യൻ 63 വയസ്സ് സൺ ഓഫ് ചുമ്മാർ നീർണാംതൊട്ടിയിൽ വീട് വെള്ളത്തൂവൽ ഇടുക്കി എന്ന ഞാൻ സമർപ്പിക്കുന്ന അപേക്ഷ. വിഷയം: ജ്ഞാനായ സഭയിലെ പുരോഹിതനെന്ന് പറയപ്പെടുന്ന ബോബി ചേരിയിൽ എന്ന വ്യക്തിയെ പൗരോഹിത്യത്തിൽ നിന്നും എന്നേക്കുമായി നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പിതാവെ, ഈ അടുത്ത കാലത്ത് ഏറ്റുമാനൂർ ഭാഗത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനിയുടെയും 2 കുഞ്ഞുങ്ങളുടെയും മരണത്തിന് നിയമപരമായ ഉത്തരവാദികൾ ആരൊക്കെ തന്നെ ആയാലും അതിൽ ഏറ്റവും തീക്ഷ്ണമായ പങ്ക് വഹിച്ചിട്ടുള്ളത് നമ്മുടെ സഭാ പുരോഹിതൻ എന്നറിയപ്പെടുന്ന ബോബി ചേരിയിൽ എന്ന വ്യക്തി ആണെന്ന് എനിക്കും എല്ലാ ജ്ഞാനായക്കാർക്കും 100% ബോധ്യമാണ്. ഇത്രയും നീചനും ക്രൂരനും നരാധമനും നികൃഷ്ട ജീവിയുമായ ഒരാൾ ജ്ഞാനായ പുരോഹിതനായിരിക്കാൻ ഒരു കാരണവശാലും പാടില്ല. ഇയാളുടെ 7 അയലത്ത് പോലും ദൈവസാന്നിധ്യം ഉണ്ടാവില്ല എന്ന് നമ്മുടെ പൂർവികരും ക്രിസ്തീയ ദൈവവിശ്വാസവും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇയാൾ പങ്കെടുക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലോ കുർബാനയിലോ മറ്റെന്തെങ്കിലും സഭാപരമായ ചടങ്ങുകളിലോ ദൈവസാന്നിധ്യം ലേവലേശം പോലും കടന്നു വരില്ല എന്നത് 100% വ്യക്തവും ബോധ്യമാണ്. പ്രകാശമില്ലാത്തയിടത്ത് ഇരുട്ട് വ്യാപരിക്കുന്നത് പോലെ ദൈവസാന്നിധ്യമില്ലാത്തയിടത്ത് പൈശാചിക സാന്നിധ്യം ഉണ്ടാകുമെന്നതും 100% ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ വരും കാലങ്ങളിലായാൽ പോലും ഈ ബോബി ചേരിയിൽ എന്ന നരാധമൻ പുരോഹിത വേഷമണിഞ്ഞ് പങ്കെടുക്കുന്ന ഏതെങ്കിലും ചടങ്ങിൽ അറിയാതെയെങ്കിലും പങ്കെടുക്കേണ്ടി വന്നാൽ ആ പങ്കെടുക്കുന്നവരിലേക്ക് പിശാചിൻ്റെ ഭീകരമായ സാന്നിധ്യം കുടികൊള്ളും എന്ന വിശ്വാസത്തിൻ്റെയും ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ ബോബി ചേരിയിൽ എന്ന വ്യക്തിയെ ജ്ഞാനായ സഭയുടെ പൗരോഹിത്യത്തിൽ നിന്നും എന്നേക്കുമായി നീക്കം ചെയ്ത് ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നെപ്പോലുള്ള ഇതേ വികാരം ഉൾക്കൊള്ളുന്ന ലക്ഷക്കണക്കിന് ജ്ഞാനായ സഭാംഗങ്ങളുടെ ഒരു ആവശ്യമായി കണ്ട് ഇത് എത്രയും വേഗം നടപ്പാക്കണമെന്ന് അങ്ങയോട് ആവശ്യപ്പെടുന്നു. ഇതിന് കാലതാമസം വരികയോ ഈ നീചനെ ഇനിയും ജ്ഞാനായ സഭയുടെ പൗരോഹിത്യത്തിൽ നിലനിർത്തുകയോ ചെയ്താൽ ഇതുപോലെ ലക്ഷക്കണക്കിന് ജ്ഞാനായ സഭാംഗങ്ങളുടെ കത്തുകൾ അരമനയിലേക്ക് പ്രവഹിക്കുകയും അവ പ്രിന്റ് ചെയ്ത് കോട്ടയം രൂപതയുടെ കീഴിലുള്ള എല്ലാ പള്ളി പരിസരങ്ങളിലും നാൽക്കാവലകളിലും സോഷ്യൽ മീഡിയകളിലും അതുപോലെ മറ്റെന്തെല്ലാം സാധ്യതകളുണ്ടോ ആ വഴികളിലൂടെ എല്ലാം പ്രചരിപ്പിക്കുമെന്നും അറിയിക്കുന്നു. ഇതിന് കാരണം ഞങ്ങളെ ജ്ഞാനായ കത്തോലിക്കർക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നതിന് പകരം പൈശാചിക സാന്നിധ്യം ഒരു കാരണവശാലും കടന്നു വരരുത് എന്ന പൂർവിക പിതാക്കന്മാരും സഭാ നേതൃത്വവും പകർന്നു തന്നിട്ടുള്ള ദൃഢമായ ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണെന്നും അങ്ങേ അറിയിക്കുന്നു. എൻ്റെ കറ തീർന്ന ജ്ഞാനായ ശുദ്ധരക്ത പൂർവികർ എൻ്റെ അപ്പൻ ഉഴവൂർ അരീക്കര പള്ളി ഇടവകാംഗവും എൻ്റെ അമ്മ തൊടുപുഴ ചുങ്കംപള്ളി ഇടവകാംഗവും ആയിരുന്നു. ഈ ആവശ്യം പിതാവ് എത്രയും പെട്ടെന്ന് നടപ്പാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പാലും മുട്ടയും ചീഞ്ഞളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ദുർഗന്ധമായിരിക്കും എന്നതുപോലെ തന്നെയാണ് ഇത്തരം 2 or 3 പുരോഹിതരോ കന്യാസ്ത്രീകളോ നമ്മുടെ സഭയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സഭ, അതായത് ശുദ്ധരക്ത ജ്ഞാനായ സഭ എന്നറിയപ്പെടുന്ന ഈ സഭ നശിച്ച് നാമാവിശേഷമായി പോകും. അതിനൊരിക്കലും ഞങ്ങളെ പോലുള്ളവരുടെ വിശ്വാസവും ഞങ്ങളുടെ പൂർവികർ ഞങ്ങൾക്ക് പകർന്നു തന്നിരിക്കുന്ന എല്ലാ ഊർജവും നിലനിർത്തിക്കൊണ്ട് ഈ സഭയ്ക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പറയുന്നു: ബോബി ചേരിയിൽ എന്ന ഈ നരാധമനെ ജ്ഞാനായ സഭയുടെ പൗരോഹിത്യത്തിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കുക.